നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആകണോ അതോ ഒരു സോളോപ്രൂണർ ആകണോ? രണ്ടുപേരും ബിൽഡ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിന് തന്നെയാണ്. സോളോപ്രൂണർ എന്നാൽ ഒറ്റയ്ക്കൊരു ബിസിനസ് ചെയ്യുന്നയാളാണ്. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ സ്കില്ല്, പാഷന് എന്നിവയൊക്കെ ആയിരിക്കും. അവർ എന്ത് ചെയ്യാനാണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒരു സസ്റ്റൈനബിൾ ഇൻകം ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു ഷെഫ് ഒരു ഫുഡ് ട്രക്ക് തുടങ്ങുന്ന പോലെ, ഒരു ഡോക്ടർ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന പോലെ, ഒരു സൈക്കോളജിസ്റ്റ് ഒരു കോച്ചിങ് പ്രോഗ്രാം ചെയ്യുന്ന പോലെ, ഒരു വലിയ ടീമില്ലാതെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു സോളോപ്രൂണർ ആകാം. ഒരു ഓൺട്രപ്രണർ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് സ്കെയിൽ ചെയ്യാനായിരിക്കും. ഒരു സ്റ്റാർട്ടപ്പ് പോലെ, യൂബർ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്നിവയൊക്കെ പോലെ. അവർക്ക് വലിയൊരു ടീം ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായി വരും. വളരെ വേഗത്തിലും വളരെ വലുതായും വളരാനാണ് അവർ എയിം ചെയ്യുക. നിങ്ങൾ ബിസിനസ്സിൽ ഒരു തുടക്കക്കാരനാണെങ്കിലും ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ച് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിലും ഏറ്റവും സേഫായ വഴി സോളോപ്രൂണർ ആയതിൻ്റെ ശേഷം ഓൺട്രപ്രണർഷിപ്പിലേക്ക് കടക്കുക എന്നതാണ്. നിങ്ങൾക്കൊരു സോളോപ്രൂണർ ആകണോ അതോ ഓൺട്രപ്രണർ ആകണോ? ബിസിനസ് സംബന്ധമായ ഇത്തരം അറിവുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബിസിനസ് താല്പര്യമുള്ള ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ.